രാത്രി ഇടിവെട്ടി മഴ പെയ്താൽ പിറ്റേന്ന് രാവിലെ പറമ്പിൽ പോയി തപ്പും കൂൺ മുളച്ചതെന്നറിയാൻ. കുട്ടിക്കാലത്ത് ഒരുപാട് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് കാണാറേ ഇല്ല പറമ്പിലൊന്നും. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബോക്സ് ബട്ടൺ മഷ്റൂം വാങ്ങിയതാണ് ഞാൻ. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, അതൊന്ന് ചൂടായ ശേഷം 2 ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയിട്ട് പച്ചമണം മാറുമ്പോഴേക്കും ഒരു 2 സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി വരണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഇതേപോലെ നന്നായിട്ട് വഴണ്ടി വരും. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മുളക് പൊടി ചേർത്തിട്ടില്ല. കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. പിന്നെ ഒരല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ച മഷ്റൂം ചേർത്ത് വെക്കാം. മഷ്റൂം വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുറത്തുള്ള സ്കിന്ന് ഒഴിവാക്കി പൊളിച്ച് കളയണം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് നടു കീറിയാൽ മാത്രം മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂണിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ഇത് അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവണം. ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോഴേക്കും കറിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അപ്പോഴേക്കും അത് നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് വരും. സൂപ്പർ മഷ്റൂം ഫ്രൈ. എന്നിട്ട് അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മഷ്റൂം ഫ്രൈ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി വെളിച്ചെണ്ണയും കൂടെ ഒന്നുകൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. സൂപ്പർ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്.